കായംകുളം കൊച്ചുണ്ണി മുതൽ വീരപ്പൻ വരെയുള്ളവരെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഝാൻസി റാണിമാരെ കേട്ടിട്ടുണ്ട്. ചമ്പൽ കൊള്ളക്കാരെ കേട്ടിട്ടുണ്ട്. അതിൽ ചമ്പൽ കൊള്ളക്കാരും വീരപ്പനും കായംകുളം കൊച്ചുണ്ണിക്കും എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അവർ കീഴടങ്ങിയേ കഴിയൂ. ബോംബെയിലെ അധോലോക നായകന്മാർക്ക് വരെ ഒരു പർട്ടിക്കുലർ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ അവർ കീഴടങ്ങും. അങ്ങനെ തന്നെയാണ് ചരിത്രം. ഒരു വ്യവസ്ഥയത്തിന് പോലീസിനെയും ഒരു വ്യവസ്ഥയെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് സുഖമുള്ള കാര്യമല്ല. അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ ഈ നാട്ടിലുണ്ട്, വേണമെങ്കിൽ പിടിച്ചോളൂ എന്ന് പിടിച്ച് കാണിക്കൂ എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്ത് രാജകീയമായിട്ട് നടക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ ദിവസങ്ങളായി തേടുന്ന അർജുൻ ആയങ്കിയെ കണ്ണൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ നഗരത്തിലെ അഭിഭാഷകയുടെ ഫ്ലാറ്റിൽ നിന്നുമാണ് അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉത്തരമേഖല ഡി ഐ ജിയുടെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം ഫ്ലാറ്റിൽ നിന്ന് ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടുകൂടി അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം ഒളിവിൽ പോകാൻ ഉപയോഗിച്ച കാർ ശനിയാഴ്ച തന്നെ പോലീസ് എടുത്തിരുന്നു. കണ്ണൂർ പനങ്കാവിലാണ് കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടിരുന്നത്. ഇതേ തുടർന്ന് അർജുൻ കണ്ണൂരിൽ തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച പോലീസ് അന്വേഷണം ത്വരിതപ്പെടുത്തുകയായിരുന്നു. സുഹൃത്തായ മറ്റൊരാളും അർജുനോടൊപ്പം ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് എത്തിയതോടെ അർജുൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. കണ്ണൂരിലെ കേസിൽ അറസ്റ്റ് ചെയ്ത ശേഷം അർജുൻ ആയങ്കിയെ എറണാകുളത്തേക്ക് മാറ്റിയേക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും പുതിയ തുടർ നടപടികൾ നടക്കുന്നത്. അർജുൻ ഒളിവിൽ കഴിഞ്ഞത് തളിപ്പറമ്പിലെ ലോഡ്ജിലെന്നാണ് വിവരം കിട്ടിയിരിക്കുന്നത്. പോലീസ് ഒളിത്താവളം മനസ്സിലാക്കിയ ആയങ്കിക്ക് വ്യക്തമായതോടെ ഓട്ടോയിൽ പയ്യന്നൂർ ഭാഗത്തെ കടന്ന് പിന്നീട് ഓട്ടോ ഡ്രൈവറുടെ ഫോണിൽ നിന്ന് സുഹൃത്തിനെ കാറുമായി വിളിച്ചു വരുത്തുകയായിരുന്നു. ഈ കാറിലാണ് ആയങ്കി കണ്ണൂരിലേക്ക് എത്തിയത്. എന്തായാലും വളരെ വലിയ ഒരു ഇടപെടലാണ് നടന്നത്. അർജുൻ ആയങ്കിയെ പിടിച്ചു. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിനിടയിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്. കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ പുറത്തു വന്നിട്ടുണ്ട്, പറയുന്നുണ്ട് അർജുനെ സംരക്ഷിച്ചത് CPM ആണെന്ന് പറയുന്നു. കണ്ണൂരിൽ എത്തിയത് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു. അർജുനെ ചോദ്യം ചെയ്യുമ്പോൾ ഒളിയുടെ മൊരിക്കവർ ഉൾപ്പെടെ കൂടുതൽ പേർ അറസ്റ്റിലാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നേരത്തെ അർജുൻ എടപ്പാളിൽ എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. എടപ്പാളിലെ റെസ്റ്റോറൻറ്റിൽ അർജുൻ ആയങ്കി എത്തുകയും ചായയും ഭക്ഷണം കഴിച്ചതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അത് അദ്ദേഹം തന്നെ പുറത്തുവിട്ടിരുന്നു. പോലീസ് പിടിയിലകപ്പെടാതെ അർജുൻ രക്ഷപ്പെടാൻ അവസരമൊരുക്കി 5 സുഹൃത്തുക്കളെ എടപ്പാളിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. തൃശ്ശൂരിലും അർജുൻ ആയങ്കി എത്തിയെന്ന് കരുതി വ്യാപകമായ പോലീസിൽ പിടിക്കാമെങ്കിൽ എന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് പോലീസിനെ വെല്ലുവിളിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അർജുൻ ആയങ്കി രംഗത്ത് വന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതി പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ചത് ഏറെ ചർച്ചയായി. വലിയ പ്രതിരോധത്തിലായിരുന്നു ആഭ്യന്തര വകുപ്പ്. ഇതേ തുടർന്ന് ഇനി എന്താ വരാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കേരള സമൂഹവും പോലീസ് വകുപ്പും ഒക്കെ വലിയ ആവേശത്തോടെ ഏറ്റെടുത്തു. എന്തായാലും അർജുൻ ആയങ്കിയെ പിടികൂടുന്നത് കേരള പോലീസിൻ്റെ അഭിമാന പ്രശ്നമായി മാറി. തീർച്ചയായിട്ടും അവർ പിടിച്ചു. ഇപ്പോൾ എന്നെ പിടിക്കാമെങ്കിൽ പിടിച്ചോളൂ എന്നൊരു കള്ളൻ അല്ലെങ്കിൽ ഒരു ഗുണ്ടാ ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന ഒരാൾ പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ടത് സിസ്റ്റം നന്നായി ഉണർന്നാൽ, സിസ്റ്റം ഫ്രീ ആയി പ്രവർത്തിച്ചാൽ ഏത് കൊള്ളക്കാരനെയും ഏത് കള്ളനെയും പിടിക്കാൻ കഴിയും. അത് അർജുൻ ആയങ്കി ആയാലും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഏത് ഗുണ്ടാ ലിസ്റ്റിലുള്ളവരായാലും തെറ്റ് ചെയ്തവരായാലും ആരായാലും ശരി, കള്ളന്മാരായാലും മോഷ്ടാക്കളായാലും ആരെന്ത് ചെയ്താലും പിടിക്കപ്പെടണം എന്ന് പോലീസ് വിചാരിച്ചാൽ പിടിക്കാൻ കഴിയും. പക്ഷേ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ സഹായമുണ്ടെങ്കിൽ പ്രയാസമായിരിക്കും. കാരണം അവരുടെ വീടുകളും അവരുടെ ഓഫീസുകളും ഇപ്പം തന്നെ ഇത് അഭിഭാഷകരുടെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഫ്ലാറ്റിൽ നിന്നാണ്. അതിനൊക്കെ പരിമിതികൾ ഉണ്ടായിരിക്കും. പാതിരാത്രിയൊക്കെ അഭിഭാഷകരുടെ ഫ്ലാറ്റിൽ പോയി അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അല്ലാതെ ഉള്ള എല്ലാവരെയും, കിർമാണിമാരെയും കൊടിസുനിമാരെയും അങ്ങനെയുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിച്ചാൽ എല്ലാം നടക്കും. ആഭ്യന്തരമന്ത്രി ഇങ്ങോട്ട് വെല്ലുവിളിച്ചപ്പോൾ അങ്ങോട്ട് പറഞ്ഞത് വെല്ലുവിളി ആയിരുന്നില്ല, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. എന്താണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞ് കൃത്യമായി പോലീസിന് ഗ്രീൻ സിഗ്നൽ കൊടുത്തു. നിങ്ങൾ പിടിച്ചിരിക്കണം. അതൊരു റെഡ് അലർട്ടായി മാറി. വളരെ കൃത്യമായി അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. മറ്റെല്ലാ വില്ലാളി വീരന്മാർക്കും ഗുണ്ടാപ്പണി ചെയ്യുന്നവർക്കും
ഇതുപോലെ തല്ലാൻ നടക്കുന്നവർക്കും കൊല്ലാൻ നടക്കുന്നവർക്കും കൊട്ടേഷൻ എടുക്കാൻ, രാഷ്ട്രീയ പാർട്ടികളുടെ കൊട്ടേഷൻ എടുക്കാൻ നടക്കുന്നവരും ഇതൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. നമുക്ക് കൊട്ടേഷനൊക്കെ കിട്ടും, നമുക്ക് ആ സമയത്ത് നല്ല ഭക്ഷണം കിട്ടും, നല്ല കാറ് കിട്ടും, സൗകര്യങ്ങൾ കിട്ടും, ഒളിത്താവളങ്ങളെല്ലാം കിട്ടും. പക്ഷേ അതിനെല്ലാം ഒരു ലിമിറ്റുണ്ട്. ബണ്ടി ചോർ എന്ന് പറയുന്ന ഒരാൾ വന്ന് മോഷണം നടത്തി തിരുവനന്തപുരത്ത്. ബണ്ടി ചോറിനെയും പിടിച്ചു. അപ്പോൾ എല്ലാം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചില കേസുകൾ മാത്രം, സുമാരക്കുറുപ്പിനെ പോലുള്ള ചില കേസുകൾ മാത്രമാണ് മുങ്ങിപ്പോകുന്നത്. അതും കൃത്യമായി പിടിക്കണം എന്ന് വിചാരിച്ചാൽ പിടിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞില്ല. അതേസമയം ആയങ്കി അർജുൻ പോലെയുള്ളവരെ കൃത്യമായി അറസ്റ്റ് ചെയ്യുന്ന നമ്മുടെ പോലീസ് ബിഗ് സല്യൂട്ടാണ് പോലീസിന് കൊടുക്കേണ്ടത്. കൃത്യമായി അത് അവർ ക്രമസമാധാനം, ലാൻഡ് ഓർഡർ പാലിക്കാൻ അവർ തയ്യാറാകുന്നു. കൈകൾ കെട്ടിയിടാതിരുന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് അർജുൻ ആയങ്കിയുടെ ഇപ്പോഴുള്ള അറസ്റ്റ്.